മാർ ഏലിയാസ് കോളേജ് കോട്ടപ്പടി നിങ്ങളുടെ ഭാവിക്ക് ഒരു ഉറച്ച അടിത്തറ. മനോഹരമായ ക്യാമ്പസ്, ആധുനിക ICT സൗകര്യങ്ങളോട് കൂടിയ ക്ലാസ് റൂമുകളും മികച്ച ഇൻഫ്രാസ്ട്രക്ചറും ചേർന്ന് ഗുണമേന്മയുള്ള പഠനാന്തരീക്ഷം. പഠനത്തോടൊപ്പം കലാകായിക മേഖലകളിലും ഒരുപോലെ പ്രാധാന്യം നൽകി വിദ്യാർത്ഥികളുടെ കഴിവും ആത്മവിശ്വാസവും വളർത്തുന്നു. 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, ഇന്റേൺഷിപ്പുകൾ, സ്കോളർഷിപ്പുകൾ, ഇൻഡസ്ട്രി റെഡി ആഡ് ഓൺ പ്രോഗ്രാമുകൾ എല്ലാം ഒരു കുടക്കീഴിൽ. മാർ ഏലിയാസ് കോളേജ് കോട്ടപ്പടി. ശരിയായ തിരഞ്ഞെടുപ്പ് നല്ലൊരു ഭാവിക്കായി. പാൽത്തുള്ളികളാൽ ഒരു ചിത്രം. അർഷിദിന് റഹീം റൈറ്റ്സിന്റെ ശ്രദ്ധാഞ്ജലി. നെടുമങ്ങാട് സ്വദേശിയായ പിഞ്ചുകുഞ്ഞ് അർഷിദിന്റെ ദാരുണ മരണത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് യുവചിത്രകാരൻ റഹീം റൈറ്റ്സ് പാൽത്തുള്ളികൾ ഉപയോഗിച്ച് അർഷിദിന്റെ മുഖചിത്രം ഒരുക്കി. മാതൃവാത്സ്യത്തിന്റെ പ്രതീകമായ പാൽ തന്നെ ചിത്രരചനയ്ക്കായി ഉപയോഗിച്ചതാണ് ഈ സൃഷ്ടിയുടെ പ്രത്യേകത. കറുത്ത പേപ്പറിൽ പശുവിൻ പാൽ വിവിധ വലുപ്പത്തിൽ തുള്ളികളായി വീഴ്ത്തി ഫീഡിംഗ് ബോട്ടിൽ നിപ്പിളും ഗ്ലൂ ആപ്ലിക്കേറ്ററും ഉപയോഗിച്ചാണ് ചിത്രം വരച്ചത്. ചിത്രം പൂർത്തീകരിക്കാൻ 10 മണിക്കൂർ എടുത്തു. സുഹൃത്തും നിയമവിദ്യാർത്ഥിനിയുമായ ആതിര സുബ്രഹ്മണ്യന്റെ വികാരനിർഭരമായ വരികളും ചിത്രത്തോടൊപ്പം ശ്രദ്ധ നേടുന്നു. മുബിൻ മുസ്തഫ ചിത്രീകരിച്ച റീലുകളും ചേർന്ന് സമൂഹ മാധ്യമങ്ങളിൽ വൻ സ്വീകാര്യതയാണ് നേടിയത്. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് എന്നിവങ്ങളായി 35 ലക്ഷത്തിലധികം പേർ ചിത്രം കണ്ടു കഴിഞ്ഞു. പെരുമ്പാവൂർ മാറമ്പള്ളി സ്വദേശിയായ റഹീം റൈറ്റ്സ് വ്യത്യസ്ത മാധ്യമങ്ങൾ ഉപയോഗിച്ചുള്ള ചിത്രരചനയിലൂടെ ശ്രദ്ധേയനാണ്. 2025 ഇന്ത്യ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും അദ്ദേഹത്തിന്റെ സൃഷ്ടികൾ ഇടം നേടിയിട്ടുണ്ട്. രക്ഷകനായി എത്താൻ പറ്റിയില്ല, ഞങ്ങളോട് ക്ഷമിക്കണേ പൊന്നുമോനെ. അമ്മിഞ്ഞപ്പാലിന്റെ മാധുര്യം നുകരേണ്ട ആ കുഞ്ഞധരങ്ങളിൽ അവൻ രക്തച്ചവർപ്പേറ്റുവാങ്ങി. മുട്ടിലിഴയുമ്പോൾ താങ്ങായ ആ കുഞ്ഞിക്കൈകളിൽ അവർ കട്ടിയുള്ള കവചം തീർത്തു. ആ കുഞ്ഞോമൽ മേനിയിലാകെ സിഗരറ്റിന്റെ ദുർഗന്ധം അലിഞ്ഞു ചേർന്നു. പഞ്ഞിക്കെട്ട് പോലെ മൃദുലമായ ആ മേനിയിൽ അങ്ങങ്ങായി പിശാചുക്കളുടെ കൈയടയാളങ്ങൾ പതിഞ്ഞു. ഇത്രയേറെ പിശാചുക്കൾ വേട്ടയാടിയിട്ടും ഒന്നും അറിയാതെ മരണത്തിന്റെ മറവിലേക്ക് നിഷ്കളങ്കമായ ചിരിയോടെ അവൻ മടങ്ങി. ഈ നശിച്ച ലോകത്ത് ജീവിച്ചു തീർക്കുന്നതിനേക്കാൾ സ്വർഗത്തിൽ തന്റെ അച്ഛന്റെ മാറിൽ പറ്റിപ്പിടിച്ചവൻ കിടക്കുന്നുണ്ടാകുമെന്നും ഇനിയൊരു അർഷിദ് ഉണ്ടാവില്ലെന്നും നമുക്ക് വിശ്വസിക്കാം. ന്യൂസ് ബ്യൂറോ, പെരുമ്പാവൂർ.